റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇനി എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളി. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യമനുസരിച്ചാണ് രാജ്യത്തിന്റെ ഇറക്കുമതി നയമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് വ്യക്തമാക്കി. മോദി ട്രംപിനെ വിളിച്ചിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പരാമർശം അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിൽ ഒന്നായി ഇടം പിടിച്ചത്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അങ്ങനെ ഒരു കാര്യം, അതിനൊരു സ്ഥിരീകരണമില്ല, അങ്ങനെ പ്രധാനമന്ത്രി ട്രംപിനെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപ് ആ രീതിയിൽ പ്രതികരിച്ചത് എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്? പ്രജിൻ, വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുന്ന ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഇന്ന് ഫോണിൽ സംഭാഷണം നടത്തിയെന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന ഉറപ്പ് ലഭിച്ചു എന്നും പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു കാര്യം, ഉടനടി നിർത്താൻ കഴിയില്ല എങ്കിൽ പോലും അത് വരും കാലങ്ങളിൽ അത് പൂർണ്ണമായും നിർത്തുന്ന നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും ആയിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇതിനോട് ആദ്യഘട്ടത്തിൽ ഒരു പ്രസ്താവനയായി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയായിരിക്കും ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നായിരുന്നു. ഇന്ന് ഇപ്പോൾ തുടരുന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിനിടെ ഉയർന്ന ചോദ്യത്തോടാണ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഇന്നലെ അത്തരത്തിലൊരു ടെലിഫോൺ സംഭാഷണം പോലും ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അത്തരത്തിലൊരു ടെലിഫോൺ സംഭാഷണം ഇരുവരും തമ്മിൽ നടന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിന് അറിവില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു പ്രസ്താവനയെ പൂർണ്ണമായും ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.